ഹലോ ഹായ്, വെൽക്കം ടു മൈ ചാനൽ. സേഫ്റ്റി ട്രിക്ക്. സുരക്ഷിതമായി സഞ്ചരിക്കുക, അത്രേ ഉള്ളൂ സേഫ്റ്റി ട്രിക്ക് എന്ന ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. ആ സുരക്ഷിതം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാന്തള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അവിടുത്തെ സുരക്ഷിതത്വവും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കിടക്കാം. സോ വെൽക്കം ടു മൈ ചാനൽ സേഫ്റ്റി ട്രിക്ക്. അപ്പം അറിയാമല്ലോ, ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് കാന്തള്ളൂർ എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എങ്കിൽ പോലും ഇവിടെ പറയുകയാണ് കാന്തള്ളൂർ. പലരും ഞാൻ ഈ സ്ഥലത്ത് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇതേത് സ്ഥലമാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനും ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ പലരും ഇടുന്ന ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ആ സ്ഥലത്തേക്ക് പോയത്. പക്ഷെ അവിടെ നമ്മൾ കരുതാത്ത ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ ചർച്ച നമ്മൾ വന്നിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ ഈ ചാനൽ നമ്മൾ തുടങ്ങിയത് തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മൾ കുടുംബത്തെ ഫാമിലിയിൽ സഞ്ചരിക്കുന്നവരെയും അല്ലാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പം മറന്നു പോകരുത്, ഇത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും തുടർന്ന് ഇങ്ങനെ ഉണ്ടാവുക, ഈ ചാനലുണ്ടാവുക. അപ്പം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അത് അവർക്ക് ഉപകരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ചർച്ചയിലോട്ട് കിടക്കാം. കാന്തള്ളൂർ. ഈ കാന്തള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് കാന്തള്ളൂർ എന്ന് പറയുന്നത്. എവിടെയാണെന്നൊരു ചോദ്യം വളരെയധികം പ്രസക്തമാണ്. കാന്തള്ളൂർ എന്ന് പറയുന്നത് ആക്ച്വലി മൂന്നാറെന്നൊരു 28 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. മൂന്നാർ ടൗണിൽ നിന്നും 28 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. മൂന്നാർ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നമുക്ക് അമ്പന്തേനിയിലോട്ട് പോകുന്നൊരു വഴിയുണ്ടാകും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാന്തള്ളൂർ സ്ഥലത്ത് പോകണം. ഒരു ലോങ് ഡ്രൈവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത് ഈ ഡിസ്റ്റൻസിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾ വളരെയധികം ടയർഡായിപ്പോകും. കാരണം അത്രയും ദൂരമുണ്ട് ഈ കാന്തള്ളൂരോട്ട് പോകാൻ. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്നൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഡിസ്റ്റൻസ് കുറവാണ്. പക്ഷേ ദൂരോട്ട് നിന്ന് പോകുമ്പോൾ കുറച്ച് പാടാണ്. ദൂരം ഒരു കൺസേണാണ്. നിങ്ങൾ എൻജോയ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഈ എന്താ പറയണ്ട വഴി നീങ്ങില്ല. അപ്പം ദൂരം അതിൻ്റെ ഒരു പ്രശ്നം മാറ്റാൻ ആ ഒരു ഞാൻ പറഞ്ഞ സുരക്ഷിതത്തിൻ്റെ സാധനം മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് പറയുന്നത് പോകുന്ന വഴി നിങ്ങൾ ഈ ഇടയ്ക്ക് വണ്ടി നിർത്തുക, അല്ലെങ്കിൽ ചായ കുടിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അവിടെ. ഈ റബ്ബർ എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ തേയിലത്തോട്ടങ്ങൾ അതൊക്കെ കണ്ട് അവിടെ നിർത്തി റിലാക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ ദൂരം നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, നിങ്ങൾക്കത് അനുഭവപ്പെടുക പോലുമില്ല. അത്രയ്ക്ക് നല്ല സ്ഥലമാണ് കാന്തള്ളൂർ എന്ന് പറയുന്നത്. പിന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ദൂരം നമുക്ക് ഒരു കൺസേൺ അല്ല എങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വാഹനമാണ്. അറിയാലോ, ഈ കാന്തള്ളൂരിൻ്റെ ഒരു വിഷയമെന്ന് പറയുന്നത് കാന്തള്ളൂർ കുറച്ചൊരു വളരെ റിമോട്ട് ഏരിയയിലാണ് വരുന്നത്. ഒരു ഗ്രാമമാണ്, ആക്ച്വലി ഗ്രാമമാണ് ഈ കാന്തള്ളൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ചില ഏരിയാസിൽ മൺപാതയായിരിക്കും, ചില ഏരിയാസിൽ ചിലപ്പം ടാറുണ്ടാകും, ചില ഏരിയാസിൽ ചിലപ്പം സിമൻറ്റ് പാത, അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയയാണ് കാന്തള്ളൂർ എന്ന് പറയുന്നത്. ഇത് പലരെ വ്ളോഗേഴ്സും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേ ബി ചിലപ്പോൾ ടൂറിസത്തിനെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല, സുരക്ഷിതമായി സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ നല്ലൊരു വെഹിക്കിൾ എപ്പോഴും നല്ലൊരു വണ്ടിയായിരിക്കണം. കാരണം സർവീസെല്ലാം സർവീസെല്ലാം കഴിഞ്ഞതിന് ശേഷമേ കൊണ്ടുപോകാൻ ശ്രമിക്കാവൂ. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കാരണം നല്ല ഡീപ്പ് ചുരങ്ങളുണ്ട്. ചുരമെന്ന് ഉദ്ദേശിച്ച് ചുരമല്ല, നല്ല കയറ്റവും ഇറക്കമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാന്തള്ളൂർ എന്നൊക്കെ പറയുന്നത്. അതിൽ നമ്മൾ താമസിച്ച ഒരു സ്ഥലമെന്ന് പറയുന്നത് ഹണി റോക്ക് റിസോർട്ട് എന്ന റിസോർട്ടാണ്. റിസോർട്ട് നല്ല റിസോർട്ടാണ്, തീർച്ചയായും നല്ലൊരു വ്യൂ പോയിൻ്റുള്ള ഒരു റിസോർട്ടാണ് ഈ ഹണി റോക്ക് എന്നത്. നമ്മൾ രാവിലെ ഉണരുമ്പോൾ തന്നെ കാണുന്നതെന്ന് പറയുന്നത് ദൂരെ മലനിരകൾ അവിടെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുക. നല്ല രസമായിട്ടാണ് കാണാൻ, നല്ല കിടലൻ ലൊക്കേഷനാണ്. അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു ചുരം ഒരു വിഷയമാണ്, അത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ദൂരം ഒരു വിഷയമാണ്. അപ്പം ദൂരം എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നിങ്ങൾ നല്ലതുപോലെ എന്താ പറയുക റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ദൂരം നമുക്ക് അതിനെ സോൾവ് ചെയ്യാനുള്ളൊരു പരിപാടി. പിന്നുള്ളത് താമസ സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഹണി റോക്ക് റിസോർട്ട് എന്ന റിസോർട്ടാണ്. ഞാൻ റിസോർട്ട് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്യും. കുറച്ച് നല്ല റിസോർട്ടാണ്, പക്ഷേ കുറച്ച് ദൂരം കൂടുതലാണെന്നൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് മറയൂർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മറയൂർ ശർക്കര എന്ന് പറഞ്ഞ് ഭയങ്കര ഫേമസാണ്. മറയൂർ കാടുകൾ, ചന്ദനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മറയൂർ എന്ന് പറയുന്നത്. ഈ മറയൂർ എന്ന സ്ഥലത്ത് അതായത് മൂന്നാറിൽ നിന്ന് നേരെ മറയൂർ എത്തുന്നു, മലയൂർ നിന്ന് വലത്തോട്ട് തിരിയുന്നതാണ് കാന്തള്ളൂർ സ്ഥലം.
അവിടെ നിന്ന് സ്ട്രെയിറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് പളഞ്ഞ റൂട്ടാണത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് പാലക്കാട്, തൃശ്ശൂർ പാലക്കാട് വഴി നേരെ ഈ പറയുന്ന പാലക്കാട് നിന്ന് നേരെ പളനി വഴി നമുക്ക് നേരെ, പളനിയല്ല അങ്ങ് തമിഴ്നാടിൻ്റെ ബോർഡർ വഴി നമുക്ക് നേരെ ഈ മറയൂർ വഴി നമുക്ക് തിരിച്ച് ഇവിടെ കാന്തളൂർ വരാം. അതല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് മൂന്നാർ ചെന്ന് മൂന്നാറിൽ നിന്ന് നേരെ കാന്തളൂർ വരാം. 2 വഴിയുണ്ട്. ഇതിൽ ഞാൻ ചൂസ് ചെയ്യാൻ പറയുന്നത് എപ്പോഴും ഈ മൂന്നാർ വഴി തന്നെ പറയുള്ളൂ. കാരണം കുറച്ചുകൂടെ എളുപ്പമാണ്, കുറച്ച് നല്ല ലൊക്കേഷൻസ് ഉണ്ട്, നല്ല ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സ്പോട്ടൊക്കെ ഉണ്ട്, അതാണ്. പക്ഷേ മറ്റേ റൂട്ടിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം, പാലക്കാട് റൂട്ട് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ പിന്നെ എന്തില്ല, ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് കുറവാണ്, അത് കുറച്ച് പാടാണ്. ഞാൻ എന്തായാലും ഈ 2 റൂട്ടിലുള്ള ഇത് ഈ മൂന്നാർ റൂട്ടിലേക്കുള്ള വഴിയുള്ള ഒരു നല്ലൊരു ഹോട്ടലും തിരിച്ച് അവിടെ നിന്ന് പാലക്കാട് വഴി വരുമ്പോൾ ഉള്ളൊരു നല്ലൊരു ഹോട്ടലും ഞാൻ എന്തായാലും ഇതിനകത്ത് ഞാൻ ആ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ടേക്കാം, നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഞാൻ അടുത്തൊരു പോയിൻ്റ് സംസാരിക്കാൻ, പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഫുഡ് തന്നെയാണ് ഞാൻ പറഞ്ഞ ഫുഡ്. അതാണ് ഈ റിസോർട്ടിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണ മൂന്നാറൊക്കെ താമസിക്കുന്ന നിങ്ങൾ ഹോട്ടലിൽ പോയി താമസിക്കുന്ന ഹോട്ടൽസ് അടുത്തുണ്ട്. പക്ഷേ ഈ റിസോർട്ടുകൾക്ക് ഈ ഈ കാന്തളൂർ സ്ഥലത്തുള്ള റിസോർട്ടുകൾക്ക് ആ റിസോർട്ടിൽ കിട്ടുന്ന ഫുഡേ ഉള്ളൂ, വേറെ പുറത്തിറങ്ങി കഴിക്കാനുള്ള സ്ഥലങ്ങൾ കുറവാണ്. പിന്നെ ഈ കാന്തളൂർ ജംഗ്ഷനുണ്ട് ഒരു ഏരിയ, അവിടെ ഈ പറഞ്ഞതുപോലെ കുറച്ച് നല്ല 1-2 ചെറിയ ഹോട്ടൽസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ഹോട്ടൽ. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പം നമ്മൾ സാധാരണ ഒരു ആൾക്കാർ സാധാരണ പോയി കഴിക്കാനാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല, നിങ്ങളുടെ ടേസ്റ്റ് ഓഫ് ഫുഡൊന്നും എനിക്കറിയില്ല. വിശപ്പടക്കാൻ പറ്റും എന്നുള്ളത് വളരെ കാര്യമാണ്. അങ്ങനെ കാണുക, അതേ കാണാവൂ, അല്ലാണ്ട് ഒരു ഭയങ്കര ഹൈ ക്വാളിറ്റി ഫുഡൊന്നും കിട്ടുന്നില്ലെന്നൊന്നും ചിന്തിച്ചാളായിരുന്നു. അപ്പോൾ ഈ കാന്തളൂരിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീസണാണ് കേട്ടോ. ഈ സീസൺ ഉദ്ദേശിക്കുന്ന ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ, അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ, ഒക്ടോബർ തുടങ്ങിയുള്ള ദിവസങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, നല്ല സീസൺ തുടങ്ങുന്ന സമയമാണ്. സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാനും നല്ല കാഴ്ചകൾ കാണാനും കഴിയുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് ഈ ചൂട് കാലത്ത്, എസ്പെഷ്യലി ഈ ഏപ്രിൽ മെയ് മാക്സിമം പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോഴും നല്ല തണുപ്പുണ്ട്, തണുപ്പ് നല്ല ഫീൽ ചെയ്യും, രാത്രിയാണെങ്കിലും നല്ല തണുപ്പുണ്ട്, രാവിലെ ഈ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളെല്ലാം കാണാൻ കഴിയും, അതൊക്കെ തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഈ കോടമഞ്ഞിറങ്ങുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഈ സീസണിൽ, ഈ സമയത്ത് ഏപ്രിൽ മെയ് സമയങ്ങളിൽ. കാരണം ആ സമയത്താണല്ലോ വെക്കേഷൻ വരിക, അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അത് കാണാൻ കഴിയില്ല. അതിനുശേഷം സീസൺ ഈ മഴ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പോകാൻ ശ്രമിക്കുക, അതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കാന്തളൂരാണ്. കാന്തളൂരുള്ള സുരക്ഷിതത്വത്തെക്കുറിച്ച് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യമെന്ന് പറയുന്നത് ദൂരം നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ എൻജോയ് ചെയ്ത് പോവുക. അടുത്തത് ചുരമെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റൂട്ടുണ്ട്, മൂന്നാർ റൂട്ടുമുണ്ട്, അപ്പുറത്ത് നമ്മൾ ഈ പാലക്കാട് റൂട്ടും 2 റൂട്ടുണ്ട്. അപ്പോൾ ആ 2 റൂട്ടിലും ചുരമുണ്ട്, 2 സ്ഥലത്ത് ചുരവും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുറച്ച് ഡേഞ്ചർ എന്ന് പറയാൻ മറ്റേ പാലക്കാട് റൂട്ടിലുള്ള ചുരമാണ് കുറച്ച് ഡേഞ്ചർ. കാരണം 2 സൈഡ് അവർ ടാർ ചെയ്തിട്ടില്ല, സിമൻറ്റ് ചെയ്തിട്ടില്ല. ഈ ടാറുണ്ട്, ടാറിൻ്റെ 2 സൈഡ് ഇപ്പോൾ മേ ബി ചിലപ്പോൾ ഭാവിയിൽ ചെയ്യുമായിരിക്കും, കാരണം ടൂറിസം ഇപ്പോൾ സീസണായി വരുമ്പോഴേക്കും ചെയ്യുമായിരിക്കും. അത് ചെയ്യട്ടെ, എത്രയും പെട്ടെന്ന് ചെയ്യട്ടെ, സേഫ്റ്റി ആയിട്ട് നമുക്ക് പോകണം, തീർച്ചയായിട്ടും നല്ല കാര്യം. പിന്നുള്ളത് 2 രീതിയിൽ നമുക്ക് കാന്തളൂർ സ്ഥലത്തെത്താം. ഒന്ന് മൂന്നാർ റൂട്ട് കയറി മറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് വലത്തോട്ട് തിരിയുക, അല്ലെങ്കിൽ പാലക്കാട് നിന്ന് കയറി വന്ന് മറയൂർ എന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയുക. അങ്ങനെ 2 റൂട്ടുണ്ട്. ഇനി മറയൂരിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ശരിയാണ്. അതെന്ന് പറയുന്നത് മറയൂർ ശർക്കരയാണ് കേട്ടോ. നമ്മൾ സാധാരണ പഞ്ചസാര, നിങ്ങൾക്കറിയാം, സാധാരണ ഷുഗർ പേഷ്യൻസിനൊക്കെ പഞ്ചസാര ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ റിഫൈൻഡ് അല്ല, അതായത് ഈ വേറെ കെമിക്കലൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ശർക്കര കിട്ടണമെങ്കിൽ മറയൂർ തന്നെ പോകണം. സൂപ്പർ ശർക്കരയാണ്. അപ്പോൾ അതുകൊണ്ട് മറയൂർ ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം കരിമ്പിൻ ജ്യൂസും ശർക്കരയും കഴിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാനും കഴിയും. റൈറ്റ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇടും, തക്കാളി, പച്ചക്കറികൾ ഇവിടെ നല്ലോണം കിട്ടാത്ത സാധനങ്ങളെല്ലാം അവിടെ നല്ല അടിപൊളിയായിട്ട് വിളയുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി ഫാക്ടറീസ് ഉണ്ട്, അവിടെ പോയി കാണണം. പിന്നെ അവിടെ കാണാൻ കഴിയുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ കാന്തളൂർ നമ്മൾ ഹണി റോക്ക് റിസോർട്ട് എന്ന റിസോർട്ട്, ഞാൻ ഈ പറഞ്ഞ റിസോർട്ട്, ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ അവിടെ തന്നെ ഈ തേനീച്ചകൾ കൂടുക ചെയ്യുന്ന ഹണി റോക്ക് റിസോർട്ടിൻ്റെ ഇതിലുണ്ട്, പുറകെ സൈഡിലാണ്, നമുക്ക് അവിടെ പോയി കാണാൻ കഴിയും. പിന്നെ തേന് മേടിക്കാൻ അവിടെയുള്ള സൗകര്യങ്ങളുണ്ട്.
ഇതൊക്കെയാണ് കാന്തളൂരിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാനുള്ളത്. നിങ്ങളുടെ സുരക്ഷിതമായി സഞ്ചരിക്കുക. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച്.